ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനുറാം. നിങ്ങൾക്കും ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം. അതിനായി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് ഓഫ് മീഡിയ. ഹായ് ഫ്രണ്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം മലയാളത്തിൽ എന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും മൾട്ടി കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോകളെ മിക്സ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ ഒരു വർക്ക് സ്പേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലെയർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലെയർ ആവും. അതിനുശേഷം ന്യൂ ഫിൽ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ന്യൂ ഫിൽ ലെയറിനകത്ത് സോളിഡ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇവിടെ 3 ഓപ്ഷനാണ്: സോളിഡ് കളർ, ഗ്രേഡിയന്റ്, പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സോളിഡ് കളറും ഗ്രേഡിയന്റുമാണ് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുന്നത്. സോളിഡ് കളർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ലെയർ, ഇവിടെ ന്യൂ ലെയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് വരും. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമുക്കൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു കളർ പിക്കർ സോളിഡ് കളർ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് കളർ ലൈബ്രറീസ് ഉണ്ട്. നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കളർ ലൈബ്രറീസിനെ കുറിച്ചിട്ട്. അതായത് എല്ലാ കളറിൻ്റെയും ലൈറ്റ് മുതൽ ഡാർക്ക് വരെയുള്ള കളേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഏതൊരു കളർ എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ലൈറ്റ് മുതൽ ഡാർക്ക് വരെയുള്ള കളർ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയും തുടർന്ന് അതിനകത്ത് ഓക്കെ ചെയ്തെടുത്ത് ഓക്കെ കൊടുക്കാം. ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ ഫിക്സ് ആയി വരികയും ചെയ്യും. അതിവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ വലത് സൈഡിൽ ഒരു ലെയറിനകത്ത് കളർ ഫില്ല് എന്ന് പറയുന്ന ഒരു ടൂളിനകത്ത് വന്നിട്ടുണ്ട്. ടൂള് ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ഫില്ല് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം മൾട്ടി കളർ, അതായത് ഒന്നിൽ കൂടുതൽ കളറുകളെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിവിടെ ന്യൂ ഫിൽ ലെയറിനകത്ത് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഗ്രേഡിയന്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മുമ്പേ വന്ന പോലെ തന്നെ നമുക്കൊരു ബോക്സ് ഇവിടെ കിട്ടും. ഇതിനകത്ത് ഗ്രേഡിയന്റ്, സ്റ്റൈല്, ആങ്കിൾ, സ്കെയില്, ഇങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. അതിനകത്ത് ഇവിടെ ഒരു കളറിൻ്റെ പാറ്റേൺ കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രേഡിയന്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു എഡിറ്റർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഏത് ക്ലിക്ക് ചെയ്താലും നമുക്ക് അതിലേക്ക് ആ ഒരു ഗ്രേഡിയന്റ് മിക്സ് ആവുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമായുള്ള ഗ്രേഡിയന്റ് ഏതൊക്കെ കളറുകളെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഗ്രേഡിയൻസിനെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കളറുകളെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഒരു ബാർ പോലെ കാണാൻ പറ്റും. ഇതിൽ ഓരോരോ ബക്കറ്റ്സ് ഉണ്ടാവും. ഈ ഒരു ബക്കറ്റ്സിലാണ് ഈ ഒരു കളർ. അപ്പോൾ ഓരോ ബക്കറ്റ്സിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ ഇവിടെ കളർ കാണാൻ പറ്റും. ആ കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ കളറിൻ്റെ ചേഞ്ച് ഇവിടെ വരുത്താൻ പറ്റും. നമുക്ക് വ്യൂവിൽ കാണാൻ പറ്റും അവിടെ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനകത്ത് 1, 2, 3, 4 കളറുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് 2 കളർ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഡിലീറ്റ് ആയിപ്പോകും. ഇപ്പോൾ ഇതിനകത്ത് 2 കളറേ ഉള്ളൂ, യെല്ലോയും ആ ഒരു ബ്ലൂ കളറേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലൂ കളർ ഞാൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എനിക്ക് വൈറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ അവിടെ നമുക്ക് കൊടുത്ത് ഓക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലൊരു കളർ നമുക്കിവിടെ കിട്ടും. അതിനുശേഷം ഇതങ്ങ് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഗ്രേഡിയന്റ് ഫിൽ എന്നുള്ള ഈ ബാറിൽ സ്റ്റൈൽസ് ഉണ്ട്. ഇതിനകത്ത് റേഡിയൽ, ആംഗിൾ, റിഫ്ലക്റ്റഡ്, ഡയമണ്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് റേഡിയലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആംഗിളായിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും. പല രീതിയിൽ ഒരു ലീനിയർ ആയിട്ടെങ്കിൽ ചെയ്ത്. അതുപോലെ തന്നെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ കളറിൻ്റെ ആംഗിൾ ഇവിടെ സെറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 100% എന്നുള്ളത് നമുക്കിവിടെ വെട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ആ ഒരു കളറിൻ്റെ മിക്സിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കൊരു കളറിനെ മിക്സ് ചെയ്ത് നമുക്കിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ നമുക്കിവിടെ വരും. പിന്നെ നമുക്ക് ഇതിനൊക്കെ ടെക്സ്റ്റുകളോ ഇപ്പം എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്കിപ്പം സെൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ടെക്സ്റ്റ് ഫോണ്ടൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് കൊടുത്ത് Ctrl+T
സാംസങ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ബ്ലെൻഡിങ് എഫക്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. ബ്ലെൻഡിങ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെയറാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ലെയറിനകത്ത് ലെയർ സ്റ്റൈൽ എന്ന് പറയുന്നതിനകത്ത് ബ്ലെൻഡിങ് ഓപ്ഷൻ, ഇതിനകത്ത് കിടക്കുന്ന ഇത്രയും ഓപ്ഷനുകൾ നമുക്കിതിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഇതിനൊരു ഷാഡോ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഒരു ഷാഡോ നമുക്കിവിടെ സ്ക്രീനിൽ പ്രിവ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ആ ടിക്ക് ഇടുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഷാഡോയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വലത് സൈഡിലായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ്, ഷാഡോസ്, സ്പീഡ്, സ്പ്രെഡ്, സൈസ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിൻ്റെ സൈസ് എടുക്കാൻ പറ്റും. അത് ഓക്കെ കൊടുക്കണമെന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഷാഡോയുടെ കളറുകൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണോ ഇവിടെ കൊടുക്കുന്നത് ആ കളർ ഷാഡോ ആയിട്ടായിരിക്കും വരിക. റെഡ് കളറാണ് കൊടുക്കുകയെങ്കിൽ റെഡ് കളർ ഷാഡോ ആയിട്ട് നമുക്കിവിടെ ഇതുപോലെ സാംസങ് എന്നൊക്കെ എഴുതിയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്ട്രോക്ക് കൊടുക്കാം. ഇതുപോലെ സ്ട്രോക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ അതിൻ്റെ സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ചെറിയ സൈസ് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിൻ്റെ സ്ട്രോക്കിനെ നമുക്ക് മാറ്റിക്കൊണ്ട് പോകാനൊക്കെ സാധിക്കും. ഓക്കെ, അതാണ് സ്ട്രോക്ക്. ഇനിയിപ്പോൾ ഡ്രോപ്പ് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ആ ടിക്കും കളയാം. ഇനി അതുപോലെ തന്നെ സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടിക്കും കളയാം. ഇത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ബെവൽ ആൻഡ് എംഫോസ് എന്ന് പറയും. ഇത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു എംഫോസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് ടിക്ക് ചെയ്തതിന് ശേഷം അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട്സ് നമുക്ക് വലത് സൈഡിലായിട്ട് ഇവിടെ കിട്ടും. ഇവിടെ ഇന്നർ ബെവൽ, ഔട്ടർ ബെവൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഡെപ്ത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെപ്ത്ത് ഒക്കെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ സൈസ് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് സിനിമ ടൈറ്റിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടെക്സ്റ്റുകൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് വെബൽ ആൻഡ് എംഫോസും സ്ട്രോക്കും ഔട്ടർ ഷാഡോയും ഇന്നർ ഗ്ലോയും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് എല്ലാ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ കളർ ഓവർലേയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കളർ അവിടെ ഫില്ലായിട്ട് കിട്ടും. ആ ജസ്റ്റ് കളർ ഓവർലേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റെഡ് കളറാണ്. ഇവിടെ നമുക്ക് ടെസ്റ്റിന് ഏത് കളർ വേണമെങ്കിലും ഈ കളർ ഓവർലേയിൽ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് എന്ത് വേണമെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വരും കളർ ഓവർലേ. അതുപോലെ തന്നെയാണ് ഗ്രേഡിയൻ്റ് ഓവർലേ. കളർ ഓവർലേ ആയിട്ട് നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റിന് ഒരു ഗ്രേഡിയൻ്റ് ആണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡിയൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ഗ്രേഡിയൻറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ വരും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതുപോലെ തന്നെ നമുക്കിവിടെ നമ്മൾ കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഗ്രേഡിയൻറ്റ് ഇതിപ്പം പുതിയതായിട്ടൊരു കളറോടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ ഹാൻഡ് സിമ്പൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ബക്കറ്റ് കൂടെ ഓപ്പൺ ആവും. ആ ഓപ്പണെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറൂടെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ 3 കളർ നമുക്ക് ഇവിടെ ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വേരിയേഷൻസ് കൂടി ഇങ്ങനെ എടുക്കാനൊക്കെ സാധിക്കും. അതിന് എത്ര കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എഫക്റ്റ് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഈ ഇമേജിലേക്ക് നമ്മൾ പഠിച്ച റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഇതുപോലെ, അല്ലെങ്കിൽ കൺട്രോൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഓൾ സെലക്ഷൻ ആവും. ഇതുപോലെ സെലക്ട് ആയി. ഇതിനെ നമ്മൾ ലെയർ ആക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു സെലക്ഷനാണ്. നമുക്കറിയാം ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനെ ലെയർ ആക്കി മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് എഴുതുമ്പോഴോ ഇമേജ് ഇടുമ്പോഴോ നമുക്ക് വലത് സൈഡിലായിട്ട് നമുക്ക് അവിടെ ലെയർ ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. പക്ഷേ നമുക്കൊരു സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലെയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയറിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലെയർ കൊടുക്കുക. ഈ ലെയർ കൊടുത്തു കഴിയുമ്പം നമുക്ക് അവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ആവും. അവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വലത് സൈഡിൽ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്കൊരു കളർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ
ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്, ഫോർഗ്രൗണ്ട് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇതിനെ നമ്മുടെ സെലക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളിപ്പം ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂളെന്നും പെയിൻറ്റ് ബക്കറ്റ് ടൂളെന്നും പറഞ്ഞിട്ട് 2 ടൂളുണ്ട്. ഇതിനകത്ത് പെയിൻറ്റ് ബക്കറ്റ് ടൂളുകൾ എടുത്തു. അതിനുശേഷം ജസ്റ്റ് ആ സെലക്ഷനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈ സെലക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെലക്റ്റിനകത്ത് ഡീസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകും. ഇവിടെ നമുക്കൊരു കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടി. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലത് സൈഡിൽ ഒരു ലെയർ എന്ന് പറഞ്ഞിട്ട് 2 ബാക്ക്ഗ്രൗണ്ടും ലെയർ 1ഉം കിടപ്പുണ്ട്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ലെയർ 1 അതായത് ഈ ഒരു ഗ്രീൻ കളറിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ കിടപ്പുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്ത് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ഓവർലേ, അതുപോലെ തന്നെ ലൈറ്റൻ, സ്ക്രീൻ, ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ലൈറ്റ്, ഇങ്ങനെ നമുക്ക് പല രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്ലെൻഡിങ് നടക്കും. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ ലെയർ 1 എന്നുള്ളത് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന കളറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറേസ് ടൂൾ എടുത്തിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ആ ഒരു ഹാർഡ്നെസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് അവിടെ ഇത്രയും ഭാഗത്ത് മിക്സായി കിടക്കുന്നതായിട്ടുള്ള ഒരു ഫീലൊക്കെ നമുക്ക് വരും. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലെൻഡിന് പകരം നമ്മൾ കളറിൻ്റെ ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ Ctrl+A കൊടുത്തിട്ട് ഒരു സെലക്ഷൻ കൊടുക്കൂ, ലെയർ എടുത്തു, ന്യൂ കൊടുത്തു, അതിനകത്ത് ലെയർ എടുത്തു, പുതിയ ലെയറായി. ഓക്കെ, ഇതിലേക്ക് ഇവിടെ 2 ടൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പെയിൻറ്റ് ബക്കറ്റും ഗ്രേഡിയൻറ്റും. അതിനകത്ത് പെയിൻറ്റ് ബക്കറ്റാണ് നമ്മൾ ചെയ്തത്. ഇനി ഗ്രേഡിയൻറ്റ് ടൂൾ, അതായത് ആദ്യമേ ഞാൻ കാണിച്ചതുപോലെ മിക്സിങ് കളർ, ഒന്നിൽ കൂടുതൽ കളറുകളെ നമുക്കത് 2ഓ അതിലധികമോ കളറുകളെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിവിടെ കുറേ പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കളർ മുമ്പേ നമ്മൾ എഡിറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഇതിനകത്തൊരു വൈറ്റ് കളറോടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബക്കറ്റോടെ ചെയ്യുന്നു, ഞാനൊരു കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു 3 കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കളർ എടുക്കും. ഇപ്പോൾ നമ്മൾ ആ ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ മുകളിൽ അറിയാം, ഇവിടെ കാണാൻ പറ്റും ലീനിയർ, റേഡിയൽ, ആംഗിൾ, റിഫ്ലക്റ്റഡ്, ഡയമണ്ട്. നമ്മൾ മുമ്പേ കണ്ട അതേ പ്രോപ്പർട്ടീസ് തന്നെ ഇവിടെ നമുക്ക് അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിലേക്ക് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മളിതിനെ സെലക്റ്റിനകത്ത് ഡീസെലക്റ്റ് എടുത്ത് അത് കളയുന്നു. അതിനുശേഷം ഇവിടെ ഈ ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ വീണ്ടും ഒരു സോഫ്റ്റ് ലൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓവർലേ, അല്ലെങ്കിൽ ഒരു കളർ, ഇതിനകത്ത് ഏത് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് എഡിറ്റിനകത്ത് ഫ്രീ ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് സൈസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ സൈസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒറിജിനൽ കളറും നമ്മൾ കളർ മിക്സ് ചെയ്തിരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ആൽബങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ കളർ മിക്സ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണമെന്ന് ഇപ്പം ഇറേസ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഈ ബോർഡർ ഇങ്ങനെ ഒരു കട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് വിടുക. ഓക്കെ, ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതിലേക്ക് വരച്ചിട്ട് ഇതുപോലെ കളർ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇറേസ് ടൂൾ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകൾ, അതായത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ വരുന്ന ഓരോ ക്ലാസ്സുകളും. അതുകൊണ്ട് തന്നെ പഴയ ക്ലാസ്സുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും താഴെയായിട്ട് പഴയ ക്ലാസ്സിൻ്റെ ലിങ്കുകളുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ടൂൾസും ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിലേക്ക് ഞാൻ വേറൊരു ഇമേജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഇമേജിനെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ,
അല്ലെങ്കിൽ നമ്മളിപ്പം ചെയ്ത ഒരു ഇമേജിലേക്ക് തന്നെ ഇടുകയാണ്. ഓക്കെ, ഇതിനെ എഡിറ്റ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുന്നു. വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരു സെലക്ഷൻ. അതിന് നമ്മളിതിനെ സൂം ഔട്ട് ഒന്ന് ചെയ്യുക. ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് ചെറുതാക്കി ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് എൻ്റർ അടിച്ച് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജിനെ കൊണ്ടുവന്നു. ഇതിനുശേഷം നമുക്ക് ലെയറിനകത്ത് തന്നെ ലെയർ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പോയി കഴിഞ്ഞിട്ട് ഹൈഡ് ഓൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വലത് സൈഡിലെ ലെയർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഹൈഡ് ഓൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ ഇതിന് ഈ ലെയറിൻ്റെ കൊടുക്കുന്ന ഒരു ബ്ലാക്ക് ലെയറോടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം മാസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കണം. ബ്രഷ് ടൂൾ ബാറിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനെ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് ഇച്ചിരി കൂട്ടുക. അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ ഇച്ചിരി കുറച്ച് തന്നെ ഇടുക. അതിനുശേഷം നമുക്ക് ബ്രഷിൻ്റെ സൈസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ബ്രഷ് ചെയ്യുമ്പം ആ ഒരു ഇമേജ് നമുക്കിവിടെ ആ ബ്രഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഇതിനെ മുഴുവനായി വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യമേ നമുക്ക് എന്തിനാണോ മാസ്ക് ചെയ്യേണ്ടത് ആ ഒരു ഇമേജിനെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. വർക്കിലേക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിന് ശേഷം നമ്മളതിനെ ഒന്ന് നമ്മുടെ വർക്ക് സ്പേസിനനുസരിച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമിനകത്ത് ഇതിനെ ഒന്ന് ചെറുതാക്കി എടുക്കുക. ചെറുതാക്കി എടുത്തതിന് ശേഷം നമ്മളൊന്ന് സൂം ചെയ്തെടുക്കുക. സൂം ചെയ്തിട്ട് ജസ്റ്റ് ലെയറിൽ പോവുക, ലെയർ മാസ്ക്, ദെൻ ഹൈഡ് ഓൾ. ഓക്കെ, അപ്പോൾ അത് നമുക്കവിടെ ഹൈഡായി പോകുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മുടെ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇമേജ് വെച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്കിതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഇമേജസിന്, ഇപ്പോൾ ഈ ഒരു ഇമേജിനെ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോകാം. ഇതിലേക്ക് നമുക്ക് വാക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ലെയർ മാസ്ക് ചെയ്യണം, ദെൻ ഹൈഡ് ഓൾ കൊടുക്കുക. ഓക്കെ, അതിനെ നമ്മൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമ്മൾ ഇതുപോലെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റിനെ ടോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ലെയർ കൊടുക്കാം, അറേഞ്ച് ചെയ്യാം, ഫ്രണ്ട് എടുത്തിടാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ഇതിനെയൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടിടാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ ലെയർ മാസ്ക് ചെയ്യാം, എങ്ങനെ ഇറേസ് ചെയ്യാം, ഈ രീതികളെല്ലാം നമുക്ക് ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഇത് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.